എന്താണ് പൊന്നപ്പ ഇങ്ങനെ ധൃതി പിടിച്ച് ഓടി വരണത്? മുനിയാണ്ടി ആ കടാപ്പുറത്ത് ചോരയും നീര് ഒലിപ്പിച്ച് കിടക്കണ്. കൊമ്പസ്രാവ് അടിച്ചതെന്നാ പറയണേ. ആഴത്തിലുള്ള മുറിവും ചതവും ഒക്കെ ഉണ്ട് പെരിയോരെ. എന്റെ സുന്ദരേശ്വര സ്വാമി, മരണവേരെന്ന് വാങ്ങാനാണ് മുനിയാണ്ടി വീണ്ടും ഈ തൊറ വന്നത്. സുന്ദരേശ്വരിയെ കെട്ടുകല്യാണം കഴിക്കണമെന്ന ആശമൂത്ത് കടാലിൽ സ്രാവിനെ കൊല്ലാൻ പോയതാണ് മുനിയാണ്ടി. ഇപ്പന്തേ കൊമ്പസ്രാവിന്റെ അടിയേറ്റോണ്ട് വന്നേക്കണ്. സ്രാവിനെ കൊന്ന് തുറയെ രക്ഷിക്കാൻ വന്ന ആ മെയ്യഴകനെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ച ദുഷ്ടനല്ലേ ഈ മുനിയാണ്ടി? അതിനുള്ള ശിക്ഷ സുന്ദരേശ്വര സ്വാമി കൊടുത്തതാ. മെയ്യഴകൻ കടലിൽ പോയിട്ട് വിവരമൊന്നും ഇല്ലല്ല. അതന്വേഷിക്കാനാണ് മുമ്പ് വന്നത്. അപ്പ കേട്ടത് ഇതേ ഇതും. എവിടെ അവൻ കിടക്കണത്? കുറച്ച് തെക്കാ. വരി, ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വരി. അങ്ങട് എന്തായി? കടലിൽ പോയ മെയ്യഴകനെ ഇതുവരെ കരയിലാക്കി കണ്ടില്ല പെരിയോരെ. മെയ്യഴകനെ ആഴക്കടലിലാട്ട് പോയിട്ട് നേരെ എത്രയായി പെരിയോരെ? അവന്റെ തലവെട്ടം പോലും കാണണില്ലല്ല. പോയി തരാന്ന് വെച്ചാ വള്ളമറക്കാൻ അരയന്മാർക്ക് കരടുറപ്പില്ലല്ല. ആ കൊലകൊല്ലി സ്രാവ് ഏത് വഴിക്കാ വരുന്നതെന്ന് ആർക്കറിയാം? രാമേശ്വരൻ കടാപ്പുറത്ത് നിന്ന് കാര്യങ്ങൾ കേട്ടറിഞ്ഞ് വന്നവനാണ് മെയ്യഴകൻ. സ്രാവിൽ നിന്നും ത്വരയെ രക്ഷിക്കണമെന്ന വലിയ മനസ്സാണ് അവനുള്ളത്. അവൻ എന്ത് സംഭവിച്ചുവെന്ന് കടാലിൽ പോയി അന്വേഷിക്കേണ്ട കടമ തുറവാഴുന്ന ഈ പെരിയോർക്കുണ്ട്. നമ്മ വള്ളമറക്കാൻ പോവുകയാണ് കേട്ടാ. അയ്യോ, വേണ്ട കേട്ടാ, വേണ്ട. പർവ്വതം പോലുള്ള സ്രാവിനെ തച്ചുകൊല്ലാനുള്ള ശേഷിയും ബലവൊന്നും നിങ്ങൾക്കില്ല കേട്ടാ. പോവരുത്. സുന്ദരേശ്വരി, അപ്പനോട് പോകരുതെന്ന് പറ. അപ്പം പോവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സ്രാവിനെ കൊന്നിട്ട് ഒരു പോറല് പോലും ഏൽക്കാതെ മെയ്യഴകൻ കരപറ്റിയിരിക്കും. ഉറപ്പാണപ്പാ. ഈ സുന്ദരേശ്വരിക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാനുള്ള ആലോചനാ ശേഷിയുണ്ട് പെരിയോരെ. അവള് നടക്കുമെന്ന് പറഞ്ഞതെല്ലാം കിറുകൃത്യം നടന്നിട്ടുണ്ട്. പെരിയൊരു ഉയിര് വെപ്രാളപ്പെടുത്താതെ. അല്ല, മെയ്യഴകനല്ലേ ആ പറഞ്ഞത്? അതെ, അത് മെയ്യഴകൻ തന്നെയാ. എല്ലാവരും വരി.
മകനെ, എന്താ എല്ലാവരും വീഴ്ച നോക്കുന്നത്? ഇത്രയും നേരം എല്ലാവരും പരിഭ്രമിച്ചും സംശയിച്ചും നോക്കി നിൽക്കുമായിരുന്നു അല്ലേ? സ്രാവിനെ കൊല്ലുവന്ന് വീരവാദം മുഴക്കിപ്പോയ മെയ്യഴകൻ കയ്യും വീശി കരക്കണയുമെന്ന് ധരിച്ചിട്ടാണോ? അങ്ങനെ ധരിക്കരുത്. കൊലകൊമ്പനെ ചാട്ടുളി കൊണ്ട് കുത്തി മലർത്തിയിട്ടാ മെയ്യഴകൻ വന്നിരിക്കുന്നത്. വീരവാദമോ വീൺവാക്കോ പറയുന്നവനല്ല മെയ്യഴകൻ. കടലിലെ കഷ്ടപ്പാടൊക്കെ മാറിയെന്ന് കരയിലുള്ളവർക്ക് അഭിമാനിക്കാം. പെരിയോർക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ഇപ്പൊ വിശ്വാസമായില്ലേ? സുന്ദരേശ്വര സ്വാമിയും മീനാക്ഷി അമ്മയും അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവരുടെ അനുഗ്രഹം കൊണ്ടാ എല്ലാം മംഗളമായി കലാശിച്ചത്. മെയ്യഴക, പെരിയോർക്ക് വാക്കൊന്നേ ഉള്ളു. ദേ, ഈ കരക്കാരെ സാക്ഷിയാക്കി മകളെ ഇങ്ങ് വന്നേ. ഈ സുന്ദരേശ്വരിയെ നിനക്ക് കെട്ടുകല്യാണം നടത്തി തന്നിരിക്കും. ആ മക്കളെ. സുന്ദരേശ്വര സ്വാമി, മീനാക്ഷി അമ്മേ, നമ്മ വാക്ക് പറഞ്ഞതനുസരിച്ച് നമ്മുടെ മകള് സുന്ദരേശ്വരിയെ മെയ്യഴകന് കെട്ടുകല്യാണം നടത്തി കൊടുക്കുകയാണ്. കടലമ്മയെ സാക്ഷിയാക്കി നടത്തുന്ന ഈ മംഗളകർമ്മത്തിന് ദേവീദേവന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണേ. സുന്ദരേശ്വര സ്വാമി, മീനാക്ഷി അമ്മേ. മകളെ, മെയ്യഴകന്റെ കഴുത്തിലോട്ട് മാല ഇട്ട് കൊടുക്ക്. പെരിയോരെ, നിങ്ങൾ ഈ കടാപ്പുറത്തെ അരയന്മാരുടെ മാത്രം പെരിയോരല്ല. ഭക്തിയും ശുദ്ധിയുമുള്ള നിങ്ങൾ കൈലാസത്തിലെ സുന്ദരേശ്വര സ്വാമികൾക്കും മീനാക്ഷി ദേവിക്കും പെരിയോരാണ്. നിങ്ങളുടെയും അമൃതമ്മയുടെയും അഴകിയുടെയും നിഷ്കളങ്ക ഭക്തിയിൽ ദേവീ ദേവന്മാർ ഏറെ സന്തോഷിക്കുന്നു. കൈലാസത്തിലെ പാർവതി ദേവി തന്നെ മകളായി പിറക്കണമെന്ന കലശലായ ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നു. അതിനായുള്ള നിങ്ങളുടെ മനസ്സെരിഞ്ഞ പ്രാർത്ഥന ദേവീ ദേവന്മാർ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ഇത്രയും കാലം നിങ്ങളോടൊപ്പം മകളായി വസിച്ചിരുന്ന സുന്ദരേശ്വരി സാക്ഷാൽ പാർവതി ദേവി തന്നെയാണെന്ന സത്യം നിങ്ങൾ അറിയുക. അമ്മേ, ദേവി അനുഗ്രഹിക്കണേ. അരുത്. ദേവി പാർവതി ഇപ്പോഴും നിങ്ങളുടെ മകൾ സുന്ദരേശ്വരിയുടെ രൂപത്തിലും ഭാവത്തിലുമാണ്. മാതാപിതാക്കളെ ദേവന്മാർക്ക് തുല്യം പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരാണ് മക്കൾ. അങ്ങനെയുള്ള മകളുടെ മുന്നിൽ നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല. മറ്റൊരു സത്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കടലിലെ കൊമ്പൻ സ്രാവ് കടലമ്മയുടെ സന്തതിയല്ല. ഭഗവാന്റെ ശാപം മൂലം കടലിൽ സ്രാവായി പിറന്നത് ഭഗവാന്റെ ഭൃത്യനായ നന്ദികേശനായിരുന്നു. സ്രാവായ നന്ദികേശൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല.
സ്രാവിന്റെ ആക്രമണം മൂലം പലരും കൊല്ലപ്പെട്ടു, പലരെയും കാണാതായി. അങ്ങനെയുള്ള അനുഭവങ്ങൾ തുറക്കാർക്ക് അനുഭവപ്പെട്ടത് ശിവന്റെ മായാവിലാസങ്ങൾ മൂലമായിരുന്നു. കൊല്ലപ്പെട്ടവരും കാണാതായവരുമൊക്കെ അധികം വൈകാതെ തുറയിൽ തിരിച്ചെത്തുന്നതായിരിക്കും. നന്ദികേശ, വരൂ. മകനെ, മാതേ, എത്ര കാലമായി ഞാൻ മാതയെ കാണാൻ കാത്തിരിക്കുന്നു. മാത വന്നിട്ടത് അറിഞ്ഞത് പോലുമില്ലല്ലോ. ഇതുവരെ മാത എവിടെയായിരുന്നു? ഒരു കടൽക്കരയിലുള്ള അരീക്കുടലിലാണ് നാം ജനിച്ചത്. തുറയിലെ പെരിയോരായ സുധർമ്മൻ്റെയും പത്നി അമൃതമ്മയുടെയും പുത്രിയായിട്ടായിരുന്നു ജനനം. സ്നേഹനിധിയായ മാതാപിതാക്കൾ സുന്ദരേശ്വരി എന്ന പേരിട്ട് ജീവന തുല്യം സ്നേഹിച്ചാണ് എന്നെ വളർത്തിയത്. അപ്പം മാത ഞങ്ങളെയൊക്കെ മറന്നുപോയല്ലേ? ഇല്ല മകനെ, ഇടയ്ക്കിടെ പതിയെക്കുറിച്ചും കുമാരന്മാരെക്കുറിച്ചും ഓർത്ത് നാം വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. ഇപ്പോ മാതയ്ക്ക് ശാപമോക്ഷം കിട്ടി തിരിച്ചു വന്നില്ലേ? സന്തോഷമായില്ലേ മകനെ? എങ്ങനെ സന്തോഷിക്കാൻ? അനുജൻ മുരുകന് പിതാവ് ശാപമോക്ഷം നൽകിയില്ലല്ലോ. മാതേ, മുരുകനെ ഒരു നോക്ക് കാണാൻ കൊതിയാവുന്നു. മുരുകനെ കാണാനുള്ള ഇച്ഛ നമ്മളിലും അധികരിച്ചിരിക്കുകയാണ് മകനെ. മുരുകനെ മോചിപ്പിക്കണമെന്ന് നിനക്ക് പിതാവിനോട് ആവശ്യപ്പെടാമായിരുന്നില്ലേ? ഞാൻ പലതവണ ആവശ്യപ്പെട്ടതാണ്, അപേക്ഷിച്ചതാണ്. പിതാവ് ചെവിക്കൊള്ളുന്നില്ല. മുരുകനോടുള്ള വൈരാഗ്യവും വിരോധവും ഒന്നും പിതാവിൽ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. പിതാവിപ്പോ കഠിനമായ ധ്യാനത്തിലാണ്. ധ്യാനത്തിൽ നിന്നുണർത്തിയാൽ എന്നെയും ശപിക്കുമോ എന്ന് ഭയന്ന് ഞാനിപ്പോ ഒന്നും പറയാറില്ല. മധുരാപുരിയിൽ ഒരു വൈശ്യന്റെ ഊമയായ മകനായി ജനിച്ചിരിക്കുകയാണ് മുരുകൻ. ഊമയായി മറ്റുള്ളവർക്ക് അപഹാസ്യനായി ദുഃഖിതനായി കഴിയുകയായിരിക്കും നമ്മുടെ മകൻ. മാതേ, മാത അപേക്ഷിച്ചാൽ പിതാവ് അനുസരിക്കും. മുരുകനെ മോചിപ്പിക്കാൻ പിതാവിനോട് അപേക്ഷിക്കണം മാതേ.